ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഗുജറാത്തിൽ വന്നിട്ട് തിരിച്ച് കേരളത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 4 മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ട്രെയിന് 5 മണിക്കാണ്. ഗുജറാത്തിൽ നിന്ന് തിരിച്ച് പോകുന്ന ടൈമിൽ നമുക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതാ നമ്മൾ പരോൾ യൂണിവേഴ്സിറ്റിയോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ നമുക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രെയിനിലാണെങ്കിലും അതുപോലെ നമ്മളെ നാട്ടിലെത്തിയിട്ടാണെങ്കിലും. അപ്പോൾ അതൊക്കെ വീഡിയോയിലുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അത് നമ്മൾ ഗുജറാത്തിൽ നിന്ന് രാവിലെ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴികളിൽ ഈ തെരുവുകളിൽ ഒരുപാട് ആളുകൾ കിടന്നുറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ നാടാണ് കേട്ടോ ഗുജറാത്ത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ തെരുവിൽ കടന്നുറങ്ങുന്ന ആളുകളാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കാഴ്ചകളാണ്. ഒരുപാട് ആളുകൾ ഇവിടെ കടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്കതിലൂടെ ശരിക്കും നടക്കാൻ പോലും കഴിയില്ല. അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ. ട്രെയിനൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിനിലെ അനുഭവങ്ങളാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. ട്രെയിനിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രെയിൻ യാത്രയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊരുപാട് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും മഴ ആയതുകൊണ്ട് തന്നെ നെൽപ്പാടങ്ങളൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ട്രെയിൻ യാത്രയിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡിൻ്റെ കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ചെങ്കിൽ 8ൻ്റെ പണി കിട്ടും കേട്ടോ. ഫുഡ് നമ്മൾ ട്രെയിനിൽ പോരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൈ പിടിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. തിരിച്ചു പോരുന്ന ടൈമിൽ ഏകദേശം എല്ലായിടത്തും മഴയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല പച്ച പുതച്ചൊക്കെ കിടക്കുന്നത് കാണാൻ. ഞങ്ങൾ പുലർച്ചെ പോകുന്നത് കൊണ്ട് തന്നെ രാവിലത്തേക്കുള്ള ഫുഡും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം നമുക്ക് ഫുഡ് ട്രെയിനിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ പഴം എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് രാത്രിക്കത്തേക്ക് ഫുഡ് കൊണ്ടുവരാതിരുന്നത്. കാരണം നമ്മൾ സിയിലായതുകൊണ്ട് തന്നെ ഫുഡൊക്കെ നല്ല പോലെ തണുത്ത് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ രാവിലെ ഉച്ചക്കുമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. രാവിലെ നമ്മൾ ഇഡ്ഡലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഒരു ഉച്ചയായിട്ടുണ്ട്, ഒരു 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഓംപ്ലേറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ തുരങ്കത്തിലൂടെയാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ ഈ കൊങ്കൺ പാത എന്നൊക്കെ പറയില്ലേ, അതിലൂടെയാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ കണ്ട മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. കുറേ ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ, ചെക്കന്മാരൊക്കെ. അപ്പോൾ അതിനിടയിൽ ഒരാൾ ഇവിടെ ഓടക്കുഴൽ വായിക്കുന്നുണ്ട് കേട്ടോ. ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ചായ എന്ന് പറഞ്ഞിട്ട് ചായയും കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് കൊണ്ട് ആളുകൾ ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ബടാപ്പാവ്, സാൻഡ്വിച്ച്, അങ്ങനെ പല ഐറ്റംസും കൊണ്ട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബടാപ്പാവ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഫ്രഷുമാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. ഇത് ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മസാല ബോണ്ടൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു ഐറ്റംസാണ് അത്. ബെന്ന് അതുപോലെ ഒരു മസാലപ്പൊടി ഉണ്ട്, മുളക്, ഉപ്പ് ഒക്കെ ചേർത്തിട്ടുള്ള, അതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കുക.
അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ പാക്കറ്റാക്കിയിട്ട് അതും കൊണ്ട് ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ബ്ലാക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രെയിനിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കല്ല കേട്ടോ പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഹസ്ബൻഡും വൈഫുമാണ്. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ തന്നെ ട്രെയിനിൽ വരുന്ന ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് ആൾക്ക് ഛർദി, ലൂസ് മോഷൻ എല്ലാം കൂടെ ആയി. ആളാകെ ടയേർഡായി. അയാൾ എന്തൊരു പേഷ്യൻ്റാണ്, കയ്യിൽ ഒരുപാട് മരുന്നും കാര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും അയാൾക്ക് കുറവും കാര്യമൊന്നുമില്ല. പിന്നെ ഉപ്പയും അവിടെ നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു ചെക്കനും കൂടെ കൂടിയിട്ട് ട്രെയിനിലെ ജീവനക്കാരോട് അവർ പറഞ്ഞ് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ ഡോക്ടർ വരും, അവരെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഇത് ഡോക്ടറാണ് കേട്ടോ. ഡോക്ടർ വന്നതിന് ശേഷം അവർക്ക് വേണ്ട മെഡിസിൻസും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. Continuing with your journey, no? Still showroom. That's why you have to sign over here. 40 rupees you pay. 40. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ എണീറ്റിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിട്ടോ. അയാൾ തളർന്നു പോയിട്ടുണ്ട്. ഇവർക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ട്രെയിനിൽ കാണുന്ന ഫുഡ് മൊത്തം വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രായവും ഒരു അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ചെങ്കിൽ 8ൻ്റെ പണി കിട്ടുട്ടോ. അതുപോലത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല പോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു മനുഷ്യൻ തളർന്നു കഴിഞ്ഞാൽ അയാളൊന്ന് എണീറ്റിരിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചെങ്കിൽ ഒപ്പമുള്ള ആളുകളും ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ. കഴിയുന്നതും പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അതാവും യാത്രയിൽ ഏറ്റവും നല്ലത്. കോഴിക്കോട് എത്താറായിട്ടുണ്ട്. എല്ലായിടത്തും നല്ല മഴയാണ്, അതുപോലെ തന്നെ നല്ല വെള്ളക്കെട്ടും ഉണ്ട്. വയ്യാത്ത ആൾക്ക് നേരൊക്കെ വെളുത്തപ്പോഴേക്കും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, സുഖമായിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾക്കും ഇറങ്ങാനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് എത്തിയിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് KSRTCക്കാണ് കേട്ടോ വൈക്കടവിലേക്ക് പോകുന്നത്. രാവിലെ 7 മണിക്ക് എത്തുന്ന പറഞ്ഞത്, പക്ഷെ ട്രെയിൻ എത്തിയത് 8 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പം നമ്മൾ നേരെ പാളയം മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് ഒരു പെട്ടി മാങ്ങ എടുത്തിട്ട് അതും കൊണ്ട് പിന്നെ നേരെ KSRTC സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴേക്കും അവിടെ ബസ്സൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി. ബസ്സിൽ സീറ്റൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ, അധികം ആളൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നല്ല മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ പോരുന്ന വഴിക്കുള്ള പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട്. ബസ്സിൽ പോരുന്ന വഴിക്ക് ഞങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ബസ്സിന് ഒരു കേട് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒരു 2 സ്റ്റോപ്പ് മുമ്പായിട്ടാണ് ബസ് കേട് വന്നിട്ടുള്ളത്. ഏകദേശം 12:30 1 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ടില്ല. അപ്പോൾ ബസ് കേട് വന്ന കാരണം ഉപ്പ പറഞ്ഞ് നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് കൊണ്ടുപോവാം. പാർസൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഉപ്പ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ എല്ലായിടത്തൊന്നും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തൊന്നും ഹോട്ടലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ബസ് ഇറങ്ങുന്നിടത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോക്കാരനെ വിളിച്ച് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ഉപ്പ പറഞ്ഞ് ഇവിടെ ചിപ്സ് ഉണ്ടാക്കുന്നൊരു കട ഉണ്ട്, അവിടെ പോവാറിഞ്ഞിട്ട് അവിടെ വന്നതാണ് കേട്ടോ. നമ്മൾ സാധാ വട്ടത്തിലല്ലേ ചിപ്സ് ഉണ്ടാവുക, ഇത് നീളത്തിലാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. ചേച്ചി ഇവിടെ ഇരുന്നിട്ട് മെഷീനിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളത് ചൂടോടെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. മെഷീനിലാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്.
അതൊക്കെ കണ്ട് നിൽക്കുന്ന ടൈമായപ്പോഴേക്കും നമ്മളെ ഓട്ടോക്കാരനും വന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അത് വാങ്ങിയിട്ട് പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പോരുന്ന വഴിക്ക് നമ്മളെ ബസ് കേടായിട്ടുള്ള കണ്ടക്ടറും ഡ്രൈവറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഓട്ടോക്ക് പോരാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ച് ഗുജറാത്തിൽ നിന്നും കേരളത്തിലേക്ക് വന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്